അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. വിമാന ദുരന്തം നടന്ന് 11 ദിവസങ്ങൾക്ക് ശേഷമാണ് DNA പരിശോധനയിലൂടെ മൃതദേഹം തിരിച്ചറിയുന്നത്. മൃതദേഹം നാളെ സ്വന്തം നാടായ പത്തനംതിട്ടയിലെത്തിക്കും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, 11 ദിവസങ്ങൾക്ക് ശേഷം, അപകടം നടന്ന് 11 ദിവസങ്ങൾക്ക് ശേഷമാണ് രഞ്ജിതയുടെ മൃതദേഹം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. നാളെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിക്കും. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്? ദേവിക, മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം നാളെ പത്തനംതിട്ടയിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ജൂൺ 12 നടന്നിട്ടുള്ള അഹമ്മദാബാദ് വിമാനാപകടത്തിൽ രഞ്ജിത മരണപ്പെട്ടിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ വിമാനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ അത്രയധികം മൃതദേഹങ്ങൾ കത്തിക്കരിയുകയും ശരീരഭാഗങ്ങൾ വേറിട്ട നിലയിലുമായിരുന്നു. DNA പരിശോധനയിലൂടെയാണ് മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നത്. രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയുന്നതിനായി ആദ്യം സഹോദരൻ അഹമ്മദാബാദിലെത്തുകയും DNA പരിശോധനയ്ക്ക് സാമ്പിൾ നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് അതിൽ ചില സാങ്കേതിക പ്രശ്നം, DNA പരിശോധനാ ഫലം നെഗറ്റീവായി വരികയും അത് സ്ഥിരീകരിക്കാൻ സാധിക്കാതെ വന്നതോടുകൂടിയുമാണ് രഞ്ജിതയുടെ അമ്മയിൽ നിന്ന് DNA സാമ്പിൾ കളക്ട് ചെയ്യുകയും അത് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ആശുപത്രി അധികൃതർ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വിട്ടു നൽകുകയും നാളത്തോടു കൂടിയത് ഈ മൃതദേഹം പത്തനംതിട്ടയിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ജൂൺ 12 നടന്നിട്ടുള്ള വിമാന അപകടത്തിൽ ഇതുവരെയും 250-ലധികം മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ 245 മൃതദേഹങ്ങളാണ് 251 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. അതിൽ 245 മൃതദേഹങ്ങൾ വിട്ടു നൽകിയിട്ടുണ്ട്. കൂടുതൽ DNA പരിശോധനാ ഫലം കൂടി വരാനുണ്ട്. 270-ന് മുകളിൽ മരണം സംഭവിച്ചിട്ടുണ്ടെന്നാണ് ആശുപത്രി അധികൃതരും ഒപ്പം ഗുജറാത്ത് സർക്കാരും വിലയിരുത്തുന്നത്. ദേവിക, ശരി.